എങ്ങോട്ടുണ്ടോ ചേട്ടാ? മല എങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ടല്ലേ? ആ നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. നല്ല കാറ്റുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താട്ടോ. നല്ലൊരു വ്യൂ പോയിന്റിലാണ്. പിറവ് അടുത്തുള്ള കൂരുമല എന്ന് പറഞ്ഞ ഒരു നല്ലൊരു വ്യൂ പോയിന്റ്. അടിപൊളിയാട്ടോ. കറക്റ്റായിട്ട് വാഷ്റൂംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിശ്രമിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സ്ഥലമല്ലേ? നല്ല സ്ഥലം. നമ്മൾ വന്ന് എത്തിപ്പെടാൻ പാടുമില്ല. ഈസി ആയിട്ട് നമുക്ക് വരികയും ചെയ്യാം. ഒത്തിരി നടന്നു കയറേണ്ട, ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങോട്ട് കൊക്കെ രാവിലെ ഇവിടെ വരുമ്പോൾ നിറയെ കിളികളുടെ ശബ്ദവും, രാവിലെ ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. ഈവനിങ് വരുന്നതിനേക്കാളും രാവിലെ വരുന്നത് തന്നെയായിരിക്കും നല്ലത്. വ്യൂ പോയിന്റുകളെല്ലാം രാവിലെ രസം. രാവിലെ രസം. ഈ മഞ്ഞൊക്കെ ഇങ്ങനെ കാണാമല്ലോ. മഞ്ഞെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. കുറച്ചുകൂടെ വെയിലായിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല. വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലമായിരിക്കുമല്ലോ. നമ്മുടെ ഇതിന് മുന്നേ പോയിട്ടുള്ള വ്യൂ പോയിന്റിൽ എനിക്ക് ഇത്രയും ഭംഗി തോന്നിയിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. നമ്മൾ പോയിട്ടുള്ള വ്യൂ പോയിന്റ്സിൽ ഇത് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യം വ്യൂ ഉള്ളൊരു വ്യൂ പോയിന്റാ. അതെ അതെ. വന്ന് കുറച്ചു നേരം ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ തോന്നുന്നു ഇവിടെ. എന്തായാലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന ഈ ഒരു ഭംഗിയും കാഴ്ച നമുക്ക് ഫോണിൽ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. വന്ന് തന്നെ ആസ്വദിക്കണം. എത്തിപ്പെടാനും പാടൊന്നുമില്ല. ഈസി ആയിട്ട് വന്നെത്താവുന്ന സ്ഥലമുള്ളൂ. എന്നാ കാണിച്ച്. അവിടെ എന്തോ ജീവിച്ചകയുന്നുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് വരുന്നു. പട്ടിയല്ലായിരിക്കും. ഇതിന്റെ മുകളിലേക്ക് പോവാം. അവിടെ ഒരു ചേട്ടൻ രാവിലെ ബ്രഷൊക്കെ ചെയ്ത് റെഡിയാകും കേട്ടോ. പിന്നെ വ്യൂ പോയിന്റ് കാഴ്ചയൊക്കെ കണ്ട് പുറത്തിറങ്ങി അവിടെ വന്നിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട്. അല്ലെങ്കിലും ഓപ്പൺ എയർ ബ്രഷ് ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ്. വാച്ച് ടവർ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടല്ലേ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ആഴം പോലെ തോന്നുന്നു. അതിനാണല്ലോ വാച്ച് ടവർ എന്ന് പറയുന്നത്. ഇത് നല്ല ആഴം തോന്നുന്നുണ്ട്. ആഴമല്ല, താഴ്ച. ആഴെന്ന് പറഞ്ഞാൽ കിണറിനോ അല്ലെ കുളത്തിനൊക്കെ പറയാൻ പറ്റുള്ളൂ.
കാഴ്ച. യെസ്, നമ്മുടെ ഏറ്റവും ടോപ്പ് നിരയിലേക്ക് നമ്മൾ എത്തി. ഇനിയുള്ള കാഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂര്യൻ ക്യാമറയിൽ കാണുന്നുണ്ടോ? അല്ല, സൂര്യനല്ല, അവിടെയുള്ള മഞ്ഞൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കൊള്ളാല്ലേ? കൊള്ളാം. വാവ്, നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാട്ടോ. മരമെല്ലാം ഈ സമയത്ത് ഉണങ്ങി നിൽക്കുക. പക്ഷെ പൂക്കളുണ്ട്, പൂവുള്ള മരമൊക്കെ നിൽക്കുന്നുണ്ട്. കറക്റ്റ് സൂര്യൻ ഇങ്ങനെ വെയില് മുഖത്തേക്ക് അടിക്കുന്ന പോലെ ആയിട്ടോ വന്ന് നിൽക്കുന്നത്. രാവിലെ കുറച്ച് വെയിലൊക്കെ കൊള്ളണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നാൽ മതി. വൈറ്റമിൻ ഡി കിട്ടാൻ. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് എന്നെ പോലെ ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ചു നേരം വെയിൽ കൊണ്ട് നിൽക്കാമല്ലോ. വിശക്കാൻ തുടങ്ങി. രാവിലെ എണീറ്റ് കാരണം പതിവില്ലാതെ അബദ്ധവശാൽ ഇന്ന് 4 മണിക്ക് എണീക്കേണ്ടി വന്നു. 5:30-ക്കാണ് നമ്മൾ അലാം വെച്ചിരുന്നത്. നമുക്ക് കോട്ടയത്ത് നിന്ന്, നമുക്ക് ഏറ്റുമാനൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 22 കിലോമീറ്റർ അല്ലേ? അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ? 22 കിലോമീറ്റർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു അരമണിക്കൂറിലൊക്കെ എത്തിയില്ലേ? അപ്പൊ നമ്മള് അവിടെ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയേ? നമ്മൾ 6:10 ഇറങ്ങി. 6:39 ഇവിടെ വന്നപ്പോ കറക്റ്റ് സമയമായിരുന്നു. സൂര്യനും ഇങ്ങനെ എണീറ്റ് വരുന്നുള്ളായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ലേറ്റ് ആണ് എവിടെ പോവാണെങ്കിലും. പക്ഷെ ഇന്ന് അതുകൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ സമയത്ത് എത്താൻ പറ്റി. ഈ മനോഹരമായ കാഴ്ചകളും കറക്റ്റ് സമയത്ത് കാണാൻ പറ്റി. ചൂടായി തുടങ്ങിയിട്ടില്ല, വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കാറ്റുണ്ട്. അതുകൊണ്ട് നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ. നമുക്കിനി ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയാലോ? നമ്മൾ കയറി ഇങ്ങ് വരുന്ന സമയത്തും ഓരോ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടേ. അതായത് ചെറിയ കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകൾ കണ്ടായിരുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിലെ ഇങ്ങനെ ഈ വാക്ക് വേ ഇല്ലേ, ഇതിലെ അങ്ങനെ അങ്ങ് പോവാം. രസമുണ്ട് കണ്ടിട്ട്. നമ്മളെവിടുന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോയി കഴിക്കാം. വീട്ടിൽ നിന്ന് എന്താ? വീട്ടിൽ നിന്ന് മഷ്റൂം എഗ് കറി, ചപ്പാത്തി. ആണോ? പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡാമിന്റെ ഗാലറി പോലെ ഇല്ലേ? നിറയെ കിളികളുണ്ട് ഇവിടെ. കാക്കയാണ് മെയിൻ. കാക്കയല്ല, നീ കിളിയുടെ ശബ്ദം കേൾക്കുന്നില്ലേ? കാക്കയുടെ ശബ്ദമായിട്ടാണ്. ഞാൻ ചുമ്മാ പറഞ്ഞ. മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണോ? ഇത് കുറച്ചധികം സ്ഥലം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നല്ല എനിക്ക് സൂപ്പർ സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വന്നപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഈ സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. രാവിലത്തെ സൂര്യോദയമൊക്കെ ഞാൻ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമായിരുന്നു ഇത്ര നേരം. എനിക്കാണെങ്കിൽ അവിടെ ഒരു പോയിന്റ് കണ്ടായിരുന്നു. ഞാൻ വന്ന് കയറിയ സമയത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്ത് കുറച്ചധികം നേരം ഞാനവിടെ സ്റ്റക്കായിട്ട് നിന്ന് പോയി. അത്ര മനോഹരമാണ്.
ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല കേട്ടോ. എല്ലാ വീഡിയോയിലൊന്നും ഞാൻ ഇത്രയും പറയാറില്ല. പക്ഷേ ഇത് സൂപ്പർ സ്ഥലമാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് ആസ്വദിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. രാവിലെ വന്നപ്പോൾ തന്നെ നല്ല ഗംഭീരമായിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ, ഞങ്ങൾ വരുന്ന വഴി തന്നെ നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഈ മല ഇങ്ങനെ ഓരോ എന്താ പറയണേ, ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ ഇവിടെ നോക്കുമ്പോൾ തോന്നുന്നില്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ കൂടി എല്ലാം ഇങ്ങനെ മഞ്ഞിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എന്നാലും കാണാം അങ്ങോട്ടേക്ക് നല്ല ഒത്തിരി വലിയ കൊക്ക പോലെ ഉണ്ടല്ലേ. ഡേഞ്ചറിന്റെ ബോർഡ് വെച്ചേക്കുന്നു. അത്യാവശ്യം ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സമയം 7:20. ഇത് അപ്പൂപ്പന്താടിയല്ലേ? ആ. അപ്പൊ അതിന്റെ മരം ഏതാ? മരമല്ല, അപ്പൂപ്പന്താടി ഒരു വള്ളിച്ചെടിയിലുണ്ടാകുന്നത്. ആണോ? ആ, പഞ്ഞിയാ മരം. അപ്പൂപ്പന്താടി വള്ളിച്ചെടിയാ. എവിടെയും കാണും, എല്ലാ കാട്ടിലൊക്കെ ഉള്ള. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന മണം. നല്ല മണം, പോയി ചോദിച്ചാലോ? അപ്പൂപ്പന്താടി പറത്തി വിട്ടോ? പറത്തി വിടണോ? പറത്തി വിടുന്നതിന് മുമ്പ് നമുക്ക് പോയാ എങ്ങനെയാ? ശരി, നല്ല രസം. നല്ല രസം. പോയി ഇതിന്റെ സ്ഥലമാണോ? എനിക്കൊന്ന് അങ്ങോട്ട് പോകണമായിരുന്നു. അവനോട് അനുവാദം ചോദിച്ചിട്ട് നോക്കൂ. പഠിക്കുവോ? ഇല്ല, പോട്ടെ. ഇതും ഒരു വിശ്രമ സ്ഥലമാണ്. ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമാണ്. അവിടെ കുരിശുവള്ളിയൊക്കെ ഉണ്ട്. അതിന്റെ നടുക്കൊന്നും ഇരിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഇരിക്കാനൊക്കെയുള്ള സ്ഥലം, നടന്ന് വിഷമിച്ച് വരുന്നവർക്ക് കുഴപ്പമില്ല, ഇരിക്കാനൊക്കെയുള്ള സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. ഇപ്പോഴും ആ മലയിലെ മഞ്ഞൊന്നും പോയിട്ടില്ല. അത് 9 മണിയൊക്കെ ആകുമ്പോഴേ പോകുള്ളൂ. അതൊക്കെ നമുക്ക് മൂവി ചെയ്താലോ? അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 മണി വരെയൊക്കെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. വെയിലായി തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ നമ്മളിവിടുന്ന് മൂവ് ചെയ്യാണ്. അപ്പോൾ രാവിലെ ഇതുപോലത്തെ ഒരു നല്ല സ്ഥലത്ത് വന്ന് കാഴ്ചയൊക്കെ കണ്ട്, എന്താ പറയണേ, രാവിലെ മൊത്തത്തിൽ രാവിലത്തെ ആ സമയം കളറായി, നല്ല വൈബായി. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഫുൾ എനർജി ഒക്കെ ആയിരിക്കും. ആ ഒരു പോസിറ്റീവ്, ഈ ഒരു മൂഡല്ലേ വൈകുന്നേരം വരെ നിൽക്കും. അപ്പോൾ വീണ്ടും അടുത്ത സ്ഥലത്ത് വീണ്ടും വീഡിയോ ആയിട്ട് വരാം. ടാറ്റ. ഇത് വലിയൊരു കപ്പ മരമാണ്. ആ, കാട് പോലെ വന്നു കഴിഞ്ഞാൽ വളരും. ആണല്ലേ? ഇതിന്റെ ചോട്ടി കിഴങ്ങാണോ? അപ്പോൾ കിഴങ്ങുണ്ട്, പാറക്കിടയിലാണ്ട് എടുക്കാൻ പറ്റിയില്ല. പണ്ടത്തെ ഒരാളുടെ വീടായിരുന്നു, ഉപേക്ഷിച്ച് പോയതാണ്.